BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ അല്പസമയത്തിനകം ചുമതലയേൽക്കും. BJP കേന്ദ്ര കാര്യാലയത്തിലെത്തിയാണ് ചുമതല ഏറ്റെടുക്കുക. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചെയ്യുന്നു. ശ്രീകാന്ത്, 11 മണിയോടെ ചുമതലയേൽക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് കാലാവസ്ഥ പ്രതികൂലം ആയതിനാൽ അദ്ദേഹത്തിൻ്റെ വിമാനം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാതെ പോയി എന്ന് മനസ്സിലാക്കുന്നു. ഉടൻ എത്തുമോ അദ്ദേഹം? കൃഷ്ണരാജ്, രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹം BJP ദേശീയ ആസ്ഥാനത്ത് എത്തി ചുമതല ഏറ്റെടുക്കും എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ കാലാവസ്ഥ ഡൽഹിയിൽ ഇന്നൊട്ടും അനുകൂലമായിരുന്നില്ല. പുകമഞ്ഞ് മൂടിയതിനാൽ എല്ലാ തരത്തിലുള്ള വ്യോമ ഗതാഗതവും താറുമാറായ അവസ്ഥയിലാണ് ഉണ്ടായത്. തുടർന്നാണ് 2 മണിയിലേക്ക് അദ്ദേഹത്തിന്റെ ഈ പരിപാടി മാറ്റിവെച്ചത്. അല്പസമയത്തിനകം അദ്ദേഹം നിതിൻ നവീൻ BJPയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ അവിടെ ഈ ചുമതല ഏറ്റെടുക്കൽ പരിപാടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും രാവിലെ തന്നെ പൂർത്തിയായിരുന്നു. ആഘോഷ ലഹരിയിലായിരുന്നു BJP ആസ്ഥാനം എന്ന് തന്നെ പറയാം. 45 വയസ്സ് മാത്രം പ്രായമുള്ള, രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പുതുതലമുറ, ഒരു തലമുറ മാറ്റം BJP കൊണ്ടുവരികയാണ്. ഏറ്റവും ചെറുപ്പം എന്ന് പറയാവുന്നത് കൂടിയാണ് ഈ 45 വയസ്സ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രാജ്യത്തെ മുഴുവൻ യുവാക്കളെയും അഭിസംബോധന ചെയ്യുകയാണ് ഈ ഒരു പുതിയ ഒരു 45 വയസ്സുകാരനായ വ്യക്തിയെ BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്നതിലൂടെ BJP ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണപരവും അതോടൊപ്പം തന്നെ സംഘടനാപരവുമായ കഴിവ് അത് വിലമതിക്കാനാവാത്തതാണ്. ബങ്കിപ്പൂർ എന്ന പാട്നയിലെ തന്നെയുള്ള നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 4 തവണ ജയിച്ചു കയറിയ വ്യക്തിയാണ് അദ്ദേഹം. അവിടുത്തെ റോഡ് വികസന മന്ത്രിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ നേരത്തെ യുവമോർച്ച ദേശീയ സെക്രട്ടറി ആയിരുന്നു. ഛത്തീസ്ഗഡിൽ BJP ഇത്തവണ തീപാറുന്ന പോരാട്ടം കാഴ്ചവെച്ച് വിജയിച്ചപ്പോൾ അവിടുത്തെ സംഘടനാ ചുമതല വഹിച്ചിരുന്നത്, പ്രഭാരിയായി പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു, നിതിൻ നവീൻ ആയിരുന്നു. അത് അമിത്ഷാ മോദി ദ്വയങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്ത കാൻഡിഡേറ്റ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. പ്രായമല്ല BJPയിൽ നേതൃനിരയിലേക്ക് എത്തുന്നതിനുള്ള മാനദണ്ഡം, നേരെ മറിച്ച് കഠിനാധ്വാനമാണ് എന്ന് തെളിയിക്കുകയാണ് ഇതിലൂടെ BJP ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമ്പോൾ മുന്നിൽ വരാൻ പോകുന്നത് ബംഗാൾ, തമിഴ്നാട്, അസം, അതോടൊപ്പം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. വലിയ വെല്ലുവിളിയായി മുന്നിലുണ്ട്. പക്ഷേ ചെറുപ്പത്തിന്റെ ഊർജം വിജയത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിന് കരുത്താകുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. 2 മണിക്ക് BJP ദേശീയ ആസ്ഥാനത്ത് നിതിൻ നവീൻ പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതലയേൽക്കും.